ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സൺസിറ്റി ജുവലറി പത്തനാപുരം, വിജയകൃഷ്ണ ജുവലറി പുനലൂർ, ഇലഗൻ ഇവന്റ്സ് കാറ്ററിംഗ് പത്തനാപുരം, പവിത്രം ജുവലറി പുനലൂർ, പാലത്ര ഫാഷൻ ജുവലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. Pure golden beauty. My dream girl. For your wedding. Sun City Golden Diamonds, Main Road, Pattanapuram. 100% BIS Hallmark Gold. ദേവ സ്റ്റാർ ഹോംസ്. കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയമൊരുക്കിയിരിക്കുന്നു. ഇലക്ട്രിക്കൽ, ഗ്ലാസ് വാഷ് ബേസിൻ, മിറർ, ബാത്റൂം ഫിറ്റിംഗ്സ്, മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ്, പുനലൂർ. അന്താരാഷ്ട്ര നിലവാരമുള്ള പരിശുദ്ധിയിലും അപൂർവ ഫാഷനിലുമുള്ള സ്വർണ്ണാഭരണങ്ങൾ ഇപ്പോൾ നിങ്ങൾക്കരികിൽ. വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം, പത്തനാപുരം. പുനലൂർ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. ബ്രാൻഡഡ് കമ്പനികളുടെ ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് ഐറ്റംസ്, സാനിറ്ററികൾ, ലൈറ്റ് ഫിറ്റിംഗ്സ്, ഫാൻസി ലൈറ്റുകൾ, ന്യൂ ജനറേഷൻ LED ലൈറ്റുകൾ എന്നിവ മിതമായ നിരക്കിൽ ഇവിടെ നിന്നും ലഭിക്കുന്നു. ഇലക്ട്രിക്കൽസ് ആൻഡ് പ്ലംബിംഗ് നിയർ എക്സൈസ് സർക്കിൾ ഓഫീസ്, തൊളിക്കോട്, പുനലൂർ. പോൾ ആൻഡ് കമ്പനി, പത്തനാപുരം. വാസ്തുവിദ്യയുടെ താളിയോല ഗ്രന്ഥങ്ങളിൽ നിന്നും ആവാഹിച്ചെടുത്ത കരവിരുത്. കേരളത്തിലെ ഈട്ടിയുടെയും തേക്കിന്റെയും ഈറ്റില്ലമായ പത്തനാപുരത്ത് നിന്നും തുടങ്ങുന്ന ജൈത്രയാത്ര. ഇറക്കുമതി ചെയ്യുന്ന യൂസ് ആൻഡ് ത്രോ ഫർണിച്ചറിന്റെ കാലം കഴിഞ്ഞു. ഇനി ആർഷഭാരതത്തിന്റെ മുഖമുദ്രയായ ഈട്ടിയുടെയും തേക്കിന്റെയും ഫർണിച്ചർ ആജീവനാന്ത ഗ്യാരണ്ടിയോടെ ഉപയോഗിക്കൂ. പോൾ ആൻഡ് കമ്പനി, ഹെഡ് ഓഫീസ്, പത്തനാപുരം. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. White Mart, South India's largest home appliances retail network. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീജേഷ്. പ്രധാന വാർത്തകൾ. പുനലൂരിൽ കാരുണ്യ ഫാർമസി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമന്ത്രി VS ശിവകുമാറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. പുന്നല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സംഘർഷം, 2 പേർക്ക് പരിക്ക്. സംസ്ഥാനത്തെ അഡ്ജസ്റ്റ്മെന്റ് ഭരണമാണ് നടക്കുന്നതെന്ന് BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ. നെടിയറയിൽ BJP ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ വിശദമായി. പൊന്നലൂരിൽ കാരുണ്യ ഫാർമസിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. മന്ത്രി VS ശിവകുമാറാണ് ഉദ്ഘാടനം നിർവഹിച്ചത്. അഡ്വക്കേറ്റ് K. രാജു MLA അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സംസ്ഥാന ആരോഗ്യമന്ത്രി VS ശിവകുമാർ കാരുണ്യ ഫാർമസിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. ഫാർമസി, കാരുണ്യ മെഡിക്കൽ സ്റ്റോർ, അതിന്റെ ഔപചാരികമായ പ്രവർത്തനം തുടങ്ങുന്ന ഈ ചടങ്ങിൽ വളരെയധികം സന്തോഷത്തോടു കൂടി ഈ കാരുണ്യ ഫാർമസിയുടെ ഉദ്ഘാടന കർമ്മം നിർവഹിച്ചതായി ആദ്യമായി ഞാൻ അറിയിക്കുകയാണ്. സംസ്ഥാനത്ത് ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം 35 കാരുണ്യ ഫാർമസികളാണ് തുടങ്ങും എന്ന് ഇവിടെ MLA സൂചിപ്പിച്ചതുപോലെ തീരുമാനമെടുത്തിരുന്നു. പക്ഷേ അത് സംസ്ഥാനത്തിന്റെ വിവിധ പ്രദേശങ്ങളിൽ നമ്മുടെ MLA-മാരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും ഓരോ പ്രദേശത്ത് പോകുമ്പോഴും ഇതിന്റെ പ്രാധാന്യം, ജനങ്ങൾക്കുള്ള പ്രയോജനം അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കൂടുതൽ കേന്ദ്രങ്ങൾ ആരംഭിക്കണം എന്നാവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ 35 എന്നുള്ളത് 43ആയി
വർദ്ധിപ്പിച്ചാണ് ഇന്നിവിടെ 43ാമത്തെ ഫാർമസി പുനലൂർ ആശുപത്രിയിൽ ആരംഭിക്കുന്നത്. പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ സ്വാഗതം ആശംസിച്ചു. 1997 നഗരസഭ പണികഴിപ്പിച്ച OP ബ്ലോക്കിന്റെ 2 കടമുറികളിലാണ് കാരുണ്യ ഫാർമസി പ്രവർത്തിക്കുന്നത്. ആശുപത്രിയിലും പുറത്തുമുള്ള എല്ലാ രോഗികൾക്കും 10% മുതൽ 93% വരെ വിലക്കുറവിൽ മരുന്നുകളും ജീവൻ രക്ഷാ ഉപകരണങ്ങളും ഇവിടെ നിന്നും ലഭ്യമാകും. മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ K. പ്രഭ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സുഭാഷ് ജി നാഥ്, വാർഡ് കൌൺസിലർ സുരേന്ദ്രനാഥ തിലകൻ, താലൂക്ക് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ഷാഹിർ ഷാ, UDF പാർലമെന്ററി പാർട്ടി ലീഡർ നെൽസൺ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്താൻ ഒരുമയോടുകൂടി പ്രവർത്തിക്കണമെന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പ്രയാർ ഗോപാലകൃഷ്ണൻ ചേകം ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ നവാഹ എത്തുന്നതോടനുബന്ധിച്ച് നടത്തിയ സ്വീകരണ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഈ ക്ഷേത്രത്തിനകത്ത് എന്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്നത് ഈ ക്ഷേത്രത്തിന്റെ തന്ത്രി തന്നെയായിരിക്കണം. അയ്യപ്പ സന്നിധിയിൽ എന്ത് നടക്കണം എന്ന് തീരുമാനിക്കുന്നത് അയ്യപ്പ സന്നിധിയിലെ തന്ത്രി തന്നെയായിരിക്കണം. എന്തുകൊണ്ട് ശബരിമലയിൽ സ്ത്രീകൾ കയറരുത് എന്ന് തന്ത്രി പറയുന്നത് തന്നെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറയുന്നത് തന്നെ റിജു ചേകം പറയണം. അതിനുവേണ്ടി നമ്മൾ അതിപ്രഗത്ഭരായ ആൾക്കാർ അവിടെ നിലവിളക്ക് കൊടുക്കുന്നത് കണ്ഠര് രാജീവരാണ്. ചേകം ശ്രീ മഹാദേവ ക്ഷേത്രത്തിലെ നവാഹ യജ്ഞത്തോടനുബന്ധിച്ച് നടന്ന സ്വീകരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു പ്രയാർ ഗോപാലകൃഷ്ണൻ. പ്രാർത്ഥന എന്ന് പറയുന്നത് എന്റെ മുന്നിലിരിക്കുന്ന സഹോദരിമാരുടെ കഴുത്തിൽ അണിഞ്ഞിട്ടുള്ള ആഭരണം പോലെ ഒരു ആത്മവിശ്വാസവും ഒരു മുഖശ്രീയും ഒക്കെ ഉണ്ടാക്കി തരുന്നതാണ് ആഭരണം. ഭക്തി ആഭരണത്തിന് തുല്യമാണ്. പ്രാർത്ഥന ഒരു ആയുധമാണ്. സ്വയം രക്ഷയ്ക്ക്, കുടുംബരക്ഷയ്ക്ക്, സഹജീവി രക്ഷയ്ക്ക് എല്ലാം. അപ്പൊ ആ ഭക്തിയെ ആയുധമായി വിനിയോഗിക്കാനും ആഭരണമായി വിനിയോഗിക്കുവാനും നമുക്ക് കഴിയണം. കാരണം പ്രാർത്ഥനയിൽ ഉണ്ടാകുന്നത് ഭക്തിയിൽ നിന്നാണ്. ഭക്തിയിൽ നിന്നുണ്ടാകുന്നത് നമ്മുടെ ദുരിതങ്ങളും ബുദ്ധിമുട്ടുകളും പ്രതീക്ഷകളും ആഗ്രഹങ്ങളും ആപത്തുകളും ഒക്കെ ചിലത് ലഭിക്കാനും ചിലത് ഒഴിവാക്കാനും. ക്ഷേത്രാചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്താൻ ഹിന്ദു സമൂഹം ഒത്തൊരുമയോടെ പ്രവർത്തിക്കണമെന്നും ആചാരാനുഷ്ഠാനങ്ങൾ നിലനിർത്തേണ്ടതിന്റെ ഭാഗമായി തന്ത്രിമാരുടെയും ക്ഷേത്ര ഉപദേശക സമിതി ഭാരവാഹികളുടെയും പ്രത്യേകം യോഗം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് റിജു ചേകം ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ദേവസ്വം ബോർഡ് പുനലൂർ അസിസ്റ്റന്റ് കമ്മീഷണർ നിത്യജിത്ത്, സബ് ഗ്രൂപ്പ് ഓഫീസർ മോഹനൻ, ക്ഷേത്ര ഉപദേശക സമിതി സെക്രട്ടറി രാജീവ് ചേകം തുടങ്ങിയവർ സംസാരിച്ചു. ദേവസ്വം ബോർഡ് പ്രസിഡന്റിന് ക്ഷേത്ര ഉപദേശക സമിതിയുടെ നേതൃത്വത്തിൽ സ്വീകരണവും നൽകി. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. അപൂർവ ഇനത്തിൽപ്പെട്ട പ്രാവിനെ ചിതറയിൽ കണ്ടെത്തി. ഇത് തമിഴ്നാടിന്റെ സംസ്ഥാന പക്ഷി കൂടിയാണ്. ചാൽക്കോഫാപ്സ് ഇൻഡിക്ക എന്ന ശാസ്ത്രീയ നാമത്തിൽ അറിയപ്പെടുന്ന എമറാൾഡ് ക്ലോവിനെയാണ് ചിതറ കിഴക്കും ഭാഗം സുനിതാ ഭവനിൽ ഷമീം ഖാന്റെ വീടിന് സമീപം കണ്ടെത്തിയത്. ഓറഞ്ച് നിറത്തിലുള്ള ചുണ്ടുകളും ബ്രൗൺ നിറത്തിലുള്ള ശരീരവും പച്ച നിറത്തിലുള്ള ചിറകുകളുമാണ് ഇതിനുള്ളത്. ഓമനപ്രാവ് എന്നും ഇതിനെ വിളിക്കുന്നു. അപൂർവ ഇനത്തിൽപ്പെട്ട ഈ പ്രാവ് തമിഴ്നാടിന്റെ സംസ്ഥാന പക്ഷി കൂടിയാണ്. കാടുകളിലും വൃക്ഷങ്ങൾ ഇടതിങ്ങി വളരുന്ന പ്രദേശങ്ങളിലുമാണ് ഇതിനെ കാണപ്പെടുന്നത്. നിലത്ത് നടന്ന് ആഹാരം തേടുന്ന രീതിയാണ് ഓമനപ്രാവിനുള്ളത്. ആഹാരം തേടുന്ന സമയങ്ങളിൽ മനുഷ്യ സാന്നിധ്യം അറിഞ്ഞാലുടൻ തന്നെ ഇവ പറന്ന് രക്ഷപ്പെടും. കർണാടക, ബംഗാൾ, ബീഹാർ, ഒറീസ, ആന്ധ്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ഇവയെ കാണപ്പെടുന്നു. ഏപ്രിൽ, മെയ്, നവംബർ, ഡിസംബർ മാസങ്ങളിലാണ് ഇവ കൂടുകൂട്ടുന്നത്. വർഷത്തിൽ 2 പ്രാവശ്യം മുട്ടയിടും. മ്യാൻമർ, തായ്ലൻഡ്, മലേഷ്യ, വിയറ്റ്നാം, സൗത്ത് ചൈന, ഫിലിപ്പീൻസ്, ഇന്തോനേഷ്യ, ഓസ്ട്രേലിയ എന്നിവിടങ്ങളിലും ഇവയെ കൂടുതൽ കാണപ്പെടുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, കടയ്ക്കൽ. പുന്നല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷം. 2 പേർക്ക് പരിക്ക്. കഴിഞ്ഞ 2 ദിവസങ്ങളായി തുടരുന്ന പ്രശ്നങ്ങളുടെ തുടർച്ചയായി ചൊവ്വാഴ്ച രാവിലെ ക്ലാസ്സിൽ കയറി കുട്ടികളെ ഒരു വിഭാഗം വിദ്യാർത്ഥികൾ മർദ്ദിക്കുകയായിരുന്നു. സ്കൂളിലെ തന്നെ +2 വിദ്യാർത്ഥികളാണ് +1 വിദ്യാർത്ഥികളെ മർദ്ദിച്ചത്. പുന്നല പത്മവിലാസത്തിൽ പ്രജീഷ്, കൃഷ്ണവിലാസത്തിൽ അരുൺ കെ നായർ എന്നീ വിദ്യാർത്ഥികൾക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. രാവിലെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കെ 30ഓളം വരുന്ന +2 വിദ്യാർത്ഥികൾ ക്ലാസ്സിലേക്ക് ഇരച്ചു കയറുകയായിരുന്നു. തടയാനെത്തിയ അധ്യാപകരെ തള്ളി മാറ്റിയ ശേഷം വടിയും മറ്റും ഉപയോഗിച്ച് മർദ്ദിക്കുകയായിരുന്നു. മർദ്ദനത്തിൽ പരിക്കേറ്റ കുട്ടികൾ പുനലൂർ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സയിലാണ്.
ഞങ്ങൾ ക്ലാസ് ഇരുന്നപ്പോൾ അവരെല്ലാം കൂടെ വന്ന് ക്ലാസ്സിൽ കയറി സാറ് പിടിച്ചു നിർത്തിയിട്ട് കയറി വരാത്തമായി കമ്പ് വെച്ച് പിടിച്ചു നിർത്തിയിട്ട് കമ്പ് കൊണ്ട് ഇവിടെ പെടലിക്ക് അടിക്കുകയായിരുന്നു. അന്ന് പിടിച്ചിട്ട് വന്ന് അവന് അടി കിട്ടി. പക്ഷേ ഇന്നലെ എന്തോ വിഷയമായിരുന്നു. അധ്യാപകൻ നിന്നപ്പോൾ പിടിച്ച് നിർത്തിയിട്ട് അധ്യാപകനെ പിടിച്ചല്ലേ അധ്യാപകൻ്റെ കയ്യിൽ വടി കൊണ്ട് അധ്യാപകം ഒന്നും ചെയ്തില്ല, പിടിച്ചു നിർത്തി അവന്മാരെ. എന്നിട്ടും ബലാത്സംഗമായി ഞങ്ങളെ അടിച്ചു. ഞാൻ കുറേ പേര് ഇങ്ങനെ മാസമായിട്ട് കയറി ക്ലാസ്സിൽ വന്നിട്ട് എന്നെ ഞാനിക്ക് വെളിയിറങ്ങി എന്നെ പിന്നെ അവിടെ അടിയായി. ഞാനൊന്നും കണ്ടില്ല. ഇന്നലെ പ്രാക്ടിക്കൽ കഴിഞ്ഞ് നമ്മുടെ സെക്കൻഡ് ഇയർ കുട്ടികൾ നിന്നപ്പോൾ ഫസ്റ്റ് ഇയറിൽ കുട്ടികൾ വന്ന് അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഈ കാര്യങ്ങൾ പിള്ളേർ പറഞ്ഞ് ഞങ്ങളിപ്പം ടീച്ചറെ കേസ് കൊടുക്കണം, നമുക്കിപ്പം കുട്ടികളെല്ലാം ഒരുപോലാണല്ലോ, കേസ് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞങ്ങൾ ഹയർ സെക്കൻഡറിയിലോട്ട് PTA പ്രസിഡന്റിനെ അറിയിച്ചിട്ട് PTA പ്രസിഡന്റ് ഞാനും ഹയർ സെക്കൻഡറി പ്രസിഡന്റിനോട് ചർച്ച ചെയ്തപ്പം കേസ് കൊടുക്കാനാണെങ്കിൽ അങ്ങനെ പോട്ടെ ടീച്ചറെ എന്ന് പറഞ്ഞു. ഇന്ന് രാവിലെ കുട്ടികൾ കേസ് കൊടുക്കണമെന്ന് പറഞ്ഞ് അവർ ഒരു നിവേദനം തന്നു. അന്ന് ഞാൻ വാങ്ങിച്ചു. ഹയർ സെക്കൻഡറി പ്രിൻസിപ്പളായിട്ട് കൂടി ആലോചിക്കാൻ പോകാനായിട്ട് റെഡി ആയിരുന്നപ്പോൾ രാവിലെ ക്ലാസ് ബെല്ലടിച്ചു. കുട്ടികളെല്ലാം ക്ലാസ്സിൽ കയറിയിട്ടുണ്ട്. ഗേൾസ് എല്ലാം കയറി. ബോയ്സ്, എൻ്റെ ക്ലാസ്സിലെ ബോയ്സ് എല്ലാം കൂടെ വളരെ പെട്ടെന്ന് നമുക്കൊന്നും കൺട്രോൾ ചെയ്യാൻ പോലും പറ്റത്തില്ലായിരുന്നു. ആ രീതിയിൽ ഇരച്ച് കയറി അവിടെ ഫസ്റ്റ് ഇയർ ക്ലാസ്സിൽ ചെന്നു അടിച്ചു. പിള്ളേരെ അടിച്ചു. PHC കുട്ടികളാണ് അടിച്ചത്, ക്ലാസ്സിൽ കയറി അടിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. Pushpagreel Central School, Edaman 34, managed by Pushpagreel Educational and Charitable Trust. Situated in the lap of Tenmala, India's first planned ecotourism destination, the school follows CBSE curriculum. Its prime importance is inculcating discipline and self-confidence among students with a view to emerge as global leaders. Most advanced and modern methods of teaching and learning, well-qualified teachers, fully fledged laboratory, modern computer lab and a library. A wide green campus with architectural designed building. With the help of smart class, students learn by watching visual and animation. Pushpagreel Happy Kids is a home away from home. In Pushpagreel Happy Kids, children play, learn and grow together. It is the first and only CBSE affiliated school in Tenmala and Aringao Panchayat. Bus facilities are available in a radius of 25 kilometers. Pushpagreel Central School, Edaman 34, managed by Pushpagreel Educational and Charitable Trust. SMV Herbal Remedies Private Limited, Kunnikod. ആയുർവേദ ഔഷധ നിർമ്മാണ രംഗത്ത് 60 വർഷത്തെ പ്രവർത്തന പാരമ്പര്യം, 17ഓളം പേറ്റന്റ് പ്രോഡക്റ്റുകൾ, അത്യാധുനിക യന്ത്ര സജ്ജീകരണങ്ങളോട് കൂടിയ പ്രവർത്തനം. GMB ISO സർട്ടിഫിക്കറ്റുകൾ നേടിയ പ്രമുഖ സ്ഥാപനം. അൾസർ, വാദം, രക്തസമ്മർദ്ദം തുടങ്ങി എല്ലാവിധ വ്യാധികൾക്കും ഉത്തമ ഔഷധങ്ങൾ. എല്ലാ കഷായങ്ങളുടെയും ക്യാപ്സ്യൂളുകൾ ലഭ്യമാണ്. ഔഷധ നിർമ്മാണ രംഗത്ത് കിഴക്കൻ മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച സ്ഥാപനം SMV Herbal Remedies Private Limited, Kunnikod. ഫോൺ 0475232533. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ടിൽ നിന്നും പർച്ചേസ് ചെയ്യൂ. 15 കോടിയിൽ പരം രൂപയുടെ സമ്മാനങ്ങൾ സ്വന്തമാക്കൂ. ഒന്നാം സമ്മാനം 1 കിലോ സ്വർണവും 1 സെലീരിയോ കാറും. രണ്ടാം സമ്മാനം 1/2 കിലോ സ്വർണം. മൂന്നാം സമ്മാനം 1/4 കിലോ സ്വർണം വീതം 2 ഭാഗ്യശാലികൾക്ക്. നാലാം സമ്മാനം 4 സെലീരിയോ കാറുകൾ 4 ഭാഗ്യശാലികൾക്ക്. അഞ്ചാം സമ്മാനം 50,000 രൂപ വീതം 56 ഭാഗ്യശാലികൾക്ക്. എല്ലാ കൂപ്പണും ഉറപ്പ് സമ്മാനങ്ങൾ. ഈ ഓഫർ ഡിസംബർ 1 മുതൽ ജനുവരി 15 വരെ മാത്രം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ.
ഇപ്പോൾ ഓരോ അര കിലോ റിപ്പിൾ ടീയുടെ കൂടെ അര കിലോ പഞ്ചസാര സൗജന്യം. കൂടാതെ ഓരോ 250 ഗ്രാം റിപ്പിൾ ടീയുടെ കൂടെ 13 രൂപ വിലയുള്ള സേമിയ സൗജന്യം. റിപ്പിൾ ടീ. എലഗന്റ് ഇവന്റ്സ് ആൻഡ് കാറ്ററേഴ്സ്, പത്തനാപുരം. മേക്ക് യുവർ ഡേയ്സ് എലഗന്റ് ആൻഡ് ഇവന്റ്ഫുൾ. നിങ്ങളുടെ പ്രിയ മുഹൂർത്തങ്ങൾ ഏതുമാകട്ടെ, എല്ലാം ഒരു കുടക്കീഴിൽ മിതമായ നിരക്കിൽ. എലഗന്റ് ഇവന്റ്സ്, SBT ATM സമീപം, KO എബ്രഹാം ബിൽഡിംഗ്, പത്തനാപുരം. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപം, പുനലൂർ. എടാ, നിന്നെപ്പോലെ ചെറുപ്പത്തിൽ തുടങ്ങിയതായി എനിക്കും ഡയബറ്റീസ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കെയർ സെന്റർ. വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. Kamal Engineering College, established in 2002, is a leading self-financing private co-educational institution under the Kamal Educational Trust, owned and managed by the Believers Church. An ISO 9001:2008 certified Christian minority institution approved by AICTE and affiliated to Mahatma Gandhi University. The engineering courses offered here: civil engineering, computer science and engineering, electrical and electronics engineering, electronics and communication engineering, information technology, mechanical engineering, BTech regulations, BTech syllabus. MTech courses offered here: MTech in communication engineering, MTech in computer science and engineering. Department of Management Studies offers the MPA program, shall be spread over 2 years duration with 4 semesters. The course is affiliated to Mahatma Gandhi University, Kottayam, Kerala. ഹോളി മാസ് സെൻട്രൽ സ്കൂൾ, ഇടമൺ. വിദ്യാഭ്യാസത്തിൽ കമ്പ്യൂട്ടർ ടെക്നോളജിയുടെ പ്രാധാന്യം മനസ്സിലാക്കി കമ്പ്യൂട്ടർ ടീച്ചിംഗ്, മികച്ച സൂപ്പർവിഷൻ ആൻഡ് ഗൈഡൻസ്, അഫോർഡബിൾ ഫീസ്, ഫ്രീ ആൻഡ് സ്പെഷ്യൽ ട്യൂഷൻ ഫോർ ദ ബാക്ക്വേർഡ്. എല്ലാ റൂട്ടിലേക്കും സ്കൂൾ ബസ് സൗകര്യവും. പ്രഗത്ഭരും പരിചയസമ്പന്നരുമായ അധ്യാപകരുടെ അധ്യാപനം. പുതിയ കരിക്കുലം അനുസരിച്ച് കുട്ടികളിൽ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുവാൻ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എന്നിവ അനായാസം കൈകാര്യം ചെയ്യുവാനുള്ള ലാംഗ്വേജ് ലാബ്. കുട്ടികളെ ഓൾറൗണ്ടേഴ്സ് ആക്കുക എന്ന ലക്ഷ്യത്തോടെ ആർട്സ് ആൻഡ് സ്പോർട്സ്, കോമ്പറ്റീറ്റീവ് എക്സാമിനേഷൻസ്, സ്മാർട്ട് ക്ലാസ് എന്നിവ ഞങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്കായി ഉറപ്പു നൽകുന്നു. Classes started for LKG to all classes. Come in to learn. Go out to serve. Holy Mass Central School, Idaman. Phone 0475 233 6051 94472 47563. പൊന്നൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും 2014-15 വർഷത്തെ ലാഭവിഹിത വിതരണവും 25 നടക്കും. ബാങ്ക് പ്രസിഡന്റ് ടൈറ്റസ് സെബാസ്റ്റ്യന്റെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ സമ്മേളനത്തിന്റെയും ലാഭവിഹിത വിതരണത്തിന്റെയും ഉദ്ഘാടനം പുനലൂർ MLA അഡ്വക്കേറ്റ് K. രാജു നിർവഹിക്കും. ബാങ്കിന്റെ നൂതന വായ്പാ പദ്ധതികളായ വനിതകൾക്കുള്ള 2 വീലർ വായ്പ, ഗ്രൂപ്പ് അടിസ്ഥാനത്തിൽ മത്സ്യക്കച്ചവടക്കാർക്കുള്ള ജോയിന്റ് ലയബിലിറ്റി ഗ്രൂപ്പ് വായ്പ എന്നിവയുടെ ഉദ്ഘാടനം പുനലൂർ നഗരസഭാ ചെയർമാൻ MA രാജഗോപാൽ നിർവഹിക്കും. താലൂക്കിൽ ആദ്യമായി പുനലൂർ സർവീസ് സഹകരണ ബാങ്കിൽ ATM പ്രീപെയ്ഡ് കാർഡ് വിതരണ ഉദ്ഘാടനം മുൻ കൊല്ലം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് S. ജയമോഹനും നിർവഹിക്കുമെന്ന് പുനലൂർ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് ടൈറ്റസ് സെബാസ്റ്റ്യൻ അറിയിച്ചു. വലിയ ബ്ലേഡ് മാഫിയകളുടെ പിടിയിലാണ്. രാവിലെ 5000 രൂപ മാർക്കറ്റിൽ ആളുകൾ കൊടുത്താൽ വൈകുന്നേരം ആകുമ്പം 5500 രൂപ കൊടുക്കേണ്ട അവസ്ഥ നിലനിൽക്കുന്നു. കച്ചവടക്കാർ വലിയ പലിശ കൊടുത്താണ് ഈ തുറന്നത്.
സാധാരണ FIKയിലൊക്കെ പോകുന്ന ആളുകൾ അങ്ങനെ ചെയ്തുകൊണ്ടിരിക്കും. അവർക്കൊരു ആശ്വാസം എന്ന രീതിയിൽ ഒരാൾക്ക് മത്സ്യ കച്ചവടം ചെയ്യുന്ന ഒരാൾക്ക് 25,000 രൂപ വീതം ആജാമ്യത്തിൽ ഞങ്ങൾ നൽകുകയാണ്. അവരെ ഞങ്ങൾ വിളിച്ച് ചേർത്ത് അവർ ഇങ്ങോട്ട് തന്നെ അവിടെ ഡെയിലി അടയ്ക്കുന്നവരുണ്ട്, ആഴ്ചകളും അടയ്ക്കുന്നവരുണ്ട്, മാസത്തിൽ അടയ്ക്കുന്നവരുണ്ട്. എന്റെ ആ സ്ഥിതിയിൽ 25,000 രൂപ വീതം മത്സ്യ കച്ചവടം ചെയ്യുന്ന എല്ലാവർക്കും അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന എല്ലാവർക്കും പുതിയതായി ഒരു ലോൺ സംവിധാനം ഏർപ്പാടാക്കാണ്. വിവിധ പദ്ധതികൾ ബാങ്ക് ഇന്ന് നടപ്പാക്കി വരുന്നത്. വീട് വെക്കുന്നതിന് 10 ലക്ഷം രൂപ വീതം, വ്യവസായം തുടങ്ങുന്നതിന് 25 ലക്ഷം രൂപ വീതം, അങ്ങനെ വിവിധ പദ്ധതികൾ എല്ലാവരെയും സഹായിക്കുന്ന നിലയിലേക്കുള്ള പദ്ധതികളുമായിട്ടാണ് ഞങ്ങൾ വരുന്ന 2017 മാർച്ച് മാസം ആകുമ്പോഴത്തേക്കും ബാങ്കിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത് 100 കോടി രൂപ നിക്ഷേപമുള്ള ഒരു ബാങ്കാക്കി മാറ്റുക എന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ നടപ്പാക്കാൻ പോകും. അങ്ങനെ വരുമ്പോൾ ബാങ്കിന്റെ ഗ്രേഡില്ല, ഇന്ന് സ്പെഷ്യൽ ഗ്രേഡാണ്, അത് സൂപ്പർ ഗ്രേഡിലേക്ക് വരും. ഒട്ടേറെ ആളുകളെ സാധാരണക്കാരെ സഹായിക്കാൻ കഴിയുന്ന, വ്യവസായങ്ങൾ തുടങ്ങാൻ കഴിയുന്ന, വിവിധ പദ്ധതികളുമായി യോജിപ്പിച്ചുകൊണ്ട് ഈ മേഖല വിപുലീകരിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് കൊണ്ടുപോകാൻ കഴിയും. ബാങ്ക് സെക്രട്ടറി നൌഷാദ്, ഡയറക്ടർ ബോർഡ് അംഗം റോസ് ചന്ദ്രൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പുനലൂർ. 4 ദിവസത്തെ ശ്രമത്തിനൊടുവിൽ തെന്മല കഴുതുരുട്ടിയിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടിയ രാജവെമ്പാലെ വനപാലകർക്ക് കൈമാറി. പ്രശസ്ത പാമ്പ് പിടുത്തക്കാരൻ വാവ സുരേഷ് തന്നെയാണ് ഇത്തവണയും ജനവാസ മേഖലയോട് ചേർന്ന് കഴുതുരുട്ടി ഇരട്ടപ്പാലത്തിന് സമീപത്തു നിന്നും രാജവെമ്പാലയെ പിടിച്ച് സുരക്ഷിതമായി വനപാലകരെ ഏൽപ്പിച്ചത്. ഞായറാഴ്ച രാവിലെ 11 മണിയോടുകൂടിയാണ് 13 അടി നീളവും 8 വയസ്സുമുള്ള ആൺ രാജവെമ്പാലയെ നാട്ടുകാരെയും വനപാലകരെയും സാക്ഷി നിർത്തി വാവ സുരേഷ് തന്റെ വരുതിയിലാക്കിയത്. 4 ദിവസങ്ങൾക്ക് മുമ്പേ കഴുതുരുട്ടിയാറ്റിൽ കുളിക്കാനിറങ്ങിയ നാട്ടുകാരിൽ ചിലർ രാജവെമ്പാലയുടെ സാന്നിധ്യം തിരിച്ചറിയുകയും വാവ സുരേഷിനെ വിവരം അറിയിക്കുകയുമായിരുന്നു. എന്നാൽ രാത്രി വൈകി തെന്മലയിലെത്തിയ വാവ സുരേഷ് മതിൽക്കെട്ടിനുള്ളിൽ പാമ്പിനെ കണ്ടെങ്കിലും പിടികൂടാനായില്ല. തുടർന്ന് പിറ്റേന്ന് രാവിലെ 8 മണി മുതൽ പാമ്പിനെ മതിൽക്കെട്ടിൽ നിന്നും പുറത്തിറക്കി പിടികൂടാൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. നാട്ടുകാരുടെ നിസ്സഹകരണത്തെ തുടർന്ന് ഒടുവിൽ ഉച്ചയോടെ വാവ സുരേഷ് പിന്മാറുകയായിരുന്നു. ശേഷം 2 ദിവസങ്ങൾ കഴിഞ്ഞ് ഞായറാഴ്ച രാവിലെ നാട്ടുകാരെ മാറ്റി നിർത്തിയ ശേഷം രാജവെമ്പാലയെ പിടികൂടുകയായിരുന്നു. പിന്നെ രാജവെമ്പാലയും വാവ സുരേഷും തമ്മിലുള്ള പതിവ് കലാപരിപാടി. കുട്ടികളെ മുതൽ മുതിർന്നവരെ വരെ ഒരുപോലെ വിസ്മയിപ്പിക്കുന്ന വാവ സുരേഷിനു മാത്രം വശമുള്ള പരിപാടി. ഒരു ഫോട്ടോ കൊടുക്കണേ, ഒരു ഫോട്ടോ കൊടുക്കണേ. പെട്ടെന്ന് എന്നാൽ പാമ്പ് വനാതിർത്തിയോട് ചേർന്നാണ് കാണപ്പെട്ടതെന്നും വേനൽ കനത്തതോടെ കഴുതുരുട്ടിയാറ്റിലേക്ക് ധാരാളം ആളുകൾ എത്തുന്ന സാഹചര്യത്തിൽ പാമ്പിനെ പിടികൂടാതിരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഉണ്ടായിരുന്നതെന്നും വാവ സുരേഷ് പറഞ്ഞു. ഇദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ പിടിച്ച് മാറ്റേണ്ട ഒരു സാഹചര്യം അല്ല ഇവിടെ.
കാരണം ഇത് നമ്മളിപ്പോൾ നിൽക്കുന്നതിൻ്റെ ഈ പാമ്പിനെ പിടിച്ചിടുന്ന ഒരു 10 അടി അകലം മാത്രമേ ഉള്ളൂ കേരള ഫോറസ്റ്റിന്റെ അതിർത്തി. ഈ പാമ്പിനെ കണ്ടതും അതിർത്തി തന്നെ. പക്ഷേ വേനലാകുമ്പോൾ ഇവിടെ കുറച്ച് കൊച്ചു വീടുകളുണ്ട്. അവർ ഈ വെള്ളത്തെ ആശ്രയിക്കുന്നത് ഈ അരുവിയിലാണ് അല്ലെങ്കിൽ ഈ കനാലിലാണ്. അപ്പോൾ ഇവിടെ വന്ന് ഇവർ സന്ധ്യയ്ക്ക് ഒരു 8 മണി 9 മണിയാകുമ്പോൾ കുളിക്കാനൊക്കെ വരുമ്പോൾ ഇദ്ദേഹത്തിനോട് കാണുകയും അഥവാ കടി ഏൽക്കുകയാണെങ്കിൽ തന്നെ അത് അപകടമാണ്. രാജവെമ്പാലയുടെ കടി ഏൽക്കുന്നത് വളരെ പെട്ടെന്ന് ഒരു 5 മിനിറ്റിനകത്ത് മരണം സംഭവിക്കും. എന്തായാലും കഴിഞ്ഞ 48 മണിക്കൂർ ഒന്ന് ഞാൻ മെനക്കെട്ടുമെങ്കിലും അത് കഴിഞ്ഞ് അടുത്ത 2 ദിവസം കഴിഞ്ഞ ഗ്യാപ്പിൽ ഇന്ന് വന്നു. രാജവെമ്പാല തന്നെയായിരുന്നു. 13 അടിക്ക് മുകളിൽ പ്രായമുള്ള, ഇനിയിപ്പോൾ 13 അടി നീളമുള്ള, ഏകദേശം 8 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആൺ രാജവെമ്പാല എന്നറിയപ്പെടുന്ന, കിങ് കോബ്ര എന്നറിയപ്പെടുന്ന, കരിഞ്ചാത്തി എന്നറിയപ്പെടുന്ന, കൂടൻ കരിഞ്ചാത്തി എന്നറിയപ്പെടുന്ന, കരിവെടല എന്നറിയപ്പെടുന്ന അതിഥിയെ പിടികൂടി. പക്ഷേ ഇതിനെ പിടികൂടിയില്ലായിരുന്നെങ്കിൽ അപകടം തന്നെയായിരുന്നു. കാരണം ഇദ്ദേഹത്തിന് ശാരീരികമായിട്ട് എന്തോ പ്രശ്നങ്ങളുണ്ട്. ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് പ്രകാരം രാജവെമ്പാല, പെരുമ്പാമ്പ് എന്നിങ്ങനെ പാമ്പുകളെ പിടിക്കുകയോ കൊല്ലുകയോ മാരകമായി മുറിവേൽപ്പിക്കുകയോ ചെയ്യുന്നത് കുറ്റകരമാണ്. ഒരു രാജവെമ്പാലയെ കൊന്നുകഴിഞ്ഞാൽ 1 ലക്ഷം രൂപ പിഴയും 6 വർഷം വരെ പരമാവധി ശിക്ഷയുമുള്ളതാണ്. ന്യൂസ് ബ്യൂറോ, തെന്മല. സംസ്ഥാനത്ത് അഡ്ജസ്റ്റ്മെന്റ് ഭരണമാണെന്ന് BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ. അഞ്ചൽ നെടിയറയിൽ BJP ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അഞ്ചൽ നെടിയറയിൽ BJP മുൻ ഉപാധ്യക്ഷയായിരുന്ന കൃഷ്ണകുമാരിയുടെ നാമധേയത്തിലുള്ള ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടന വേളയിലാണ് കേരളത്തിൽ LDFന്റെയും UDFന്റെയും അഡ്ജസ്റ്റ്മെന്റ് ഭരണത്തെക്കുറിച്ച് BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ പ്രതികരിച്ചത്. UDFന്റെ സോളാർ അഴിമതി BJPയാണ് ആദ്യമായി പുറത്തു കൊണ്ടുവന്നതെന്നും അതിനു പിന്നാലെ ഇറങ്ങിത്തിരിച്ച LDF ജനങ്ങളെ വഞ്ചിക്കുകയായിരുന്നുവെന്നും ജയചന്ദ്രൻ ആരോപിച്ചു. ഈ സോളാറിന്റെ അഴിമതിയെക്കുറിച്ച് ആദ്യം പ്രതികരിച്ചത് ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഭാരതീയ ജനതാ പാർട്ടിയാണ് ഈ സോളാറിന്റെ അഴിമതി ഈ നാട്ടിലെ ജനങ്ങളുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞു. ദേ അഴിമതി നടക്കുന്നു. ഈ അഴിമതിക്കെതിരെ BJP ഹർത്താൽ നടത്തുന്നു. BJP സമരം നടത്തുന്നു. VS അച്യുതാനന്ദന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷത്തിന്റെ പ്രതിപക്ഷ നേതാവായിട്ടുള്ള VS അച്യുതാനന്ദൻ BJPയുടെ ഭരണം നടത്തുന്നത് കണ്ടതിന് ശേഷമാണ് ഈ സോളാറിനെതിരെ സമരവുമായിട്ട് മുന്നോട്ട് വന്നത്. ആ സമരം ഈ നാട്ടിലെ ജനങ്ങൾ കണ്ടതാണ്. ഈ സമരം ജനങ്ങൾ കേട്ടതാണ്. ഈ പറയുന്ന ഉമ്മൻചാണ്ടി അഴിമതിക്കാരനായ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കുമെന്ന് അന്നത്തെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണനും പറഞ്ഞു. ഈ ഉമ്മൻചാണ്ടിയെ അഴിമതിയിൽ മുങ്ങിക്കുളിക്കുന്ന, സോളാറിൽ മുങ്ങിക്കുളിക്കുന്ന ഈ ഉമ്മൻചാണ്ടിയെ താഴെ ഇറക്കാം. അതുവരെ സെക്രട്ടേറിയറ്റിലോ ഉപരോധം നടത്തും. സെക്രട്ടേറിയറ്റ് ഉപരോധം എന്താ കണ്ടത്? ഈ നെടിയറ പ്രദേശത്ത് നിന്ന് പോയി 10 പേര് ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തില് ഈ സമരം വിജയിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പണ്ട് ചേകവന്മാർ അംഗത്തിന് പുറപ്പെടുന്നത് പോലെ ഭാര്യയുടെ അനുവാദവും വാങ്ങി ഈ സമരത്തിന് വേണ്ടിയിട്ട് ഇവിടുത്തെ ബ്രാഞ്ച് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ 10ഓളം പേര് ഇവിടുന്ന് പോയി. CPM-കാരൻ അവിടെ തടിച്ചുകൂടി. നിയമസഭയുടെ ഉപനേതാവായിട്ടുള്ള കോടിയേരി ബാലകൃഷ്ണനെ ഈ പറയുന്ന പോലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി വിളിച്ചു. ബാലകൃഷ്ണ, നിങ്ങൾ കടന്നു വരൂ, നിങ്ങൾ കയറി വരൂ. ചർച്ച നടത്തി. എല്ലാവരും വളരെ പ്രതീക്ഷയോടെ നോക്കി. തൊട്ടപ്പുറത്തിരുന്ന് പിണറായി വിജയൻ പറഞ്ഞു, നമ്മുടെ സമരം വിജയിച്ചു, ജുഡീഷ്യൽ അന്വേഷണം നടത്താനായിട്ട് ഉമ്മൻചാണ്ടി സർക്കാർ തീരുമാനമെടുത്തു. നിങ്ങളൊന്ന് ആലോചിക്കണം, അവിടെ കൂടിയ ആയിരക്കണക്കിന് CPM-കാരൻ തൂറാതെയും പിടിക്കാതെയും ഒക്കെ ഈ തിന്നാ ചിക്കനും, നമുക്കറിയാം CPM-ന്റെ ഒക്കെ പരിപാടിക്ക് പോയാൽ നല്ല ചിക്കൻ കറി കിട്ടും. അതൊക്കെ തിന്നോ അതെവിടെയെങ്കിലുമൊക്കെ കളയണ്ടേ? രാവിലെ കളയാൻ സ്ഥലമില്ല എങ്കിൽ പോലും അവർ കഷ്ടപ്പെട്ട് എവിടെയെങ്കിലും ഒക്കെ കൊണ്ട് കളഞ്ഞു. ഈ സാധനം കൊണ്ട് കളഞ്ഞിട്ട് വന്നിരിക്കുമ്പോഴായി പിണറായി വിജയൻ പറഞ്ഞു, നമ്മുടെ സമരം വിജയിച്ചു, ഉമ്മൻചാണ്ടിയുമായിട്ട് നമ്മൾ ചർച്ച ചെയ്തു. പ്രിയപ്പെട്ട നാട്ടുകാരെ, BJP പറയുന്ന ഇതാണ് അഡ്ജസ്റ്റ്മെന്റ് ഭരണം.
യുവാക്കൾക്കും ന്യൂനപക്ഷങ്ങൾക്കും ഒട്ടേറെ വികസന പദ്ധതികൾ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കുന്ന നരേന്ദ്രമോദി സർക്കാരിനെതിരെ നടത്തുന്ന ദുഷ്പ്രചരണങ്ങൾ ഒഴിവാക്കണമെന്ന് BJP സംസ്ഥാന ഉപാധ്യക്ഷ B. രാധാമണിയും ചടങ്ങിൽ അഭിപ്രായപ്പെട്ടു. BJP പഞ്ചായത്ത് സമിതി പ്രസിഡന്റ് ഗണേഷ് അധ്യക്ഷത വഹിച്ചു. സജീവ് സ്വാഗതം ആശംസിച്ചു. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി അരുൺ ചന്ദ്രശേഖർ, BJP മണ്ഡലം ജനറൽ സെക്രട്ടറി വടമൺ ബിജു, മഹിളാ മോർച്ച ജില്ലാ സെക്രട്ടറി S. പത്മകുമാരി, ബൂത്ത് പ്രസിഡന്റ് രതീഷ്, BJP മണ്ഡലം കമ്മിറ്റി അംഗം രാഹുൽ രാജ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. ഈ നിമിഷമായിരുന്നു എന്റെ സ്വപ്നം. ഈ കാഴ്ചയ്ക്കായിരുന്നു എന്റെ കാത്തിരിപ്പ്. ഈ മുഹൂർത്തത്തിനായിരുന്നു ഞങ്ങളുടെ ജീവിതം. പാലത്ര ഫാഷൻ ജുവലേഴ്സ്, as pure as your love. വെറൈറ്റി ലേഡീസ് കളക്ഷൻസിന്റെ നവീകരിച്ച ഷോറൂം പുനലൂർ SPTക്ക് സമീപം പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. മാച്ചിങ് മാല, വള, കമ്മൽ, ഹെയർ ക്ലിപ്പ്, ഷെഹനാസ്, ലാക്മി, ഐറ്റക്സ് ഡാസ്ലർ, മെബ്ലിൻ, നിരവധി പ്രമുഖ കമ്പനികളുടെ ഉൽപ്പന്നങ്ങൾ കൂടാതെ ലേഡീസ് ബാഗുകൾ, ഫ്ലവേഴ്സ്, ക്ലേഷ് ഐറ്റംസ്, ചുരിദാർ മെറ്റീരിയൽസ് ഹോൾസെയിൽ വിലയിൽ നിങ്ങൾക്ക് ലഭിക്കുന്നു. വെറൈറ്റി ലേഡീസ് കളക്ഷൻ. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്. പൊന്നണിയാൻ ആശിക്കുന്ന പെൺമനസ്സുകൾക്ക് പൊന്നിൻ കലവറയുമായി പവിഴം ഗോൾഡ്. ലേറ്റസ്റ്റ് ഫാഷൻ ഡിസൈൻ ആഭരണങ്ങളുടെയും പാരമ്പര്യ തനിമയുള്ള ആഭരണങ്ങളുടെയും വിപുലമായ കളക്ഷൻസ്. പവിഴം ഗോൾഡ്, 100% 916 BIS ഹോൾമാർക്ക് ഷോറൂം, മുനിസിപ്പൽ ബിൽഡിംഗ്, മാർക്കറ്റ് ജംഗ്ഷൻ, പുനലൂർ. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്, ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. പത്തനാപുരത്ത് നടക്കുന്ന ഹൈസ്കൂളിൽ വാർഷികാഘോഷവും യാത്രയയപ്പ് സംഘടിപ്പിച്ചു. സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. രാവിലെ നടന്ന പൊതുസമ്മേളനത്തിന്റെ ഉദ്ഘാടനം പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H. നജീം മുഹമ്മദ് നിർവഹിച്ചു. എന്തുകൊണ്ട് വിജയശതമാനം ഉണ്ടാവുന്ന കാര്യങ്ങൾ കുട്ടികൾ പറയുന്നു. തീർച്ചയായിട്ടും അത് സംബന്ധിച്ച് പരിശോധിക്കാനോ പറയാനോ ചോദിക്കാനോ ആളില്ലാത്ത സ്ഥലങ്ങളിൽ മാത്രമാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളെല്ലാം സാമാന്യ ബുദ്ധിയുള്ളവരാണ്, ബുദ്ധിയില്ലാത്ത ആരുമില്ലാത്ത. അപ്പോൾ സ്ഥിരാനുസാരത്തോടുകൂടി കുട്ടികൾക്ക് ഒരു മോട്ടിവേഷൻ ഉണ്ടാക്കി, ഒരു ലക്ഷ്യമുണ്ടാക്കി ആ കുട്ടികളെ ഈ വലിയ ദേശീയ തലത്തിലേക്ക് കൊണ്ടുപോകാൻ ആരെയും അടിമറിക്കാവുന്ന ചരിത്രമാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവങ്ങൾ. യാത്രയയപ്പ് സമ്മേളനം ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് S. വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ് മാസ്റ്റർ PM. ലാലി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. സ്കൂൾ മാനേജർ R. നൌഷാദ് മുഖ്യാതിഥിയായിരുന്നു. ഗാന്ധിഭവൻ സെക്രട്ടറി പൊന്നൂർ സോമരാജൻ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം റിയാസ് മുഹമ്മദ്, R. മെഹജാബ്, വനജാഷി, ബൽക്കീസ് ബീഗം, T. സലീം, M. മുഹമ്മദ് ഷരീഫ്, സഫീന ബീബി, ഫസീല ബീബി, റഹ്മാൽ ബീബി, S. അബ്ദുൽ നജീബ്, S. അനിത, S. സുമ തുടങ്ങിയവർ സംസാരിച്ചു. വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ നടന്നു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ഇനി സ്വർണ്ണം വെള്ളി നിരക്ക്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പവിത്രം ജുവല്ലേഴ്സ്, പുനലൂർ. പ്യുവർ 916 ഹോൾമാർക്ക് ഗോൾഡ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പുനലൂരിൽ കാരുണ്യ ഫാർമസി ഉദ്ഘാടനം ചെയ്തു. ആരോഗ്യമന്ത്രി VS ശിവകുമാറാണ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചത്. കുന്നല ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വിദ്യാർത്ഥി സംഘർഷം, 2 പേർക്ക് പരിക്ക്. സംസ്ഥാനത്തെ അഡ്ജസ്റ്റ്മെന്റ് ഭരണമാണ് നടക്കുന്നതെന്ന് BJP നിയോജകമണ്ഡലം പ്രസിഡന്റ് ആലഞ്ചേരി ജയചന്ദ്രൻ. നെടിയറയിൽ BJP ബൂത്ത് കമ്മിറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വാർത്തകൾ സമാപിക്കുന്നു. കൂടുതൽ വാർത്തകൾക്കും വിവരങ്ങൾക്കും ഞങ്ങളുടെ വെബ്സൈറ്റ് livevarta.com സന്ദർശിക്കുക. നമസ്കാരം.
വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പുനലൂർ ഇലക്ട്രിക്കൽസ്, വെറൈറ്റി ലേഡീസ് കളക്ഷൻസ് പുനലൂർ, ഇടിമണിക്കൽ ജുവലറി പുനലൂർ, കുരുമ്പേലിൽ ഇലക്ട്രോണിക്സ് പുനലൂർ, ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ പുനലൂർ.